ബട്ടർ ചിക്കൻ പോള കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല സ്പൈസി ആയിട്ടാണ് ഈ ഒരു പോള ഉണ്ടാക്കിയെടുക്കുന്നത്. ബട്ടർ ചിക്കൻ കറിയേക്കാളും സൂപ്പറായിട്ടാണ് ഈ ഒരു പോള ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ ഒരു പോള തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, സാധാ മുളക് പൊടിയാണ്. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല പുളിയുള്ള തൈരാണ്. 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല, പക്ഷേ റെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിക്കനിലൊക്കെ ആ ഒരു മസാല നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ടൈം ഇല്ലാത്തവരാണെങ്കിൽ അപ്പോൾ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് സാധാരണ റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ടീസ്പൂണ് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ജീരകം പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റൊക്കെ ഇതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നാൽ മാത്രമേ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതേ ചിക്കൻ്റെ കളറൊക്കെ ഏകദേശം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അതിനുശേഷം ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു തക്കാളി ആണെങ്കിൽ മുഴുവനായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ തക്കാളി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇത് സവാളയിലും തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണും കൂടെ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചിക്കനിലുള്ള ആ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കൈകൊണ്ട് നന്നായിട്ട് നിരടിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ അല്ലേ. അതുപോലെ തന്നെയാണ് ഇതുപോലെ പോള ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി കുറച്ചുകൂടെ മല്ലിയില കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മളെ ബട്ടർ ചിക്കൻ പോളയിലേക്കുള്ള ആ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടറിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ എടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ അടിച്ചെടുത്തിട്ടുള്ള ഒരു മിക്സിലേക്ക് ഒരു 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ബേക്കിംഗ് പൗഡർ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിക്കായിട്ട് പോയിട്ടൊന്നുമില്ല, കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഇത് വേണ്ടത്. ഇനി ഒരു പോളൻ്റെ പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി.
അപ്പോൾ ക്യാപ്സിക്കത്തിന് പകരം തക്കാളി വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഞാനൊരു പഴയ പാന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിഭാഗത്ത് ഇതുപോലെയുള്ള ഒരു പഴയ പാന് വെക്കുകയാണെങ്കിൽ നമ്മുടെ പോള ഒട്ടും കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് ആയിക്കാൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വെക്കാം. ടോട്ടൽ ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ എന്തായാലും സെറ്റായി കിട്ടും. അപ്പോൾ എനിക്കിവിടെ ഏകദേശം ഒരു 15-18 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ സ്ക്വയറിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ബട്ടർ ചിക്കൻ പോള റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതുവരെ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ടേസ്റ്റുള്ള പോളയാണിത്. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പോളയാണിത്. അപ്പോൾ ചിക്കനൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പോള തന്നെയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.